റൂമെന്നോ പുതിയ വീട്ടിലോ പുതിയ വീട്ടിലോ പുതിയ വീട്ടില് വരുമ്പോ ചവിട്ടിയിലുണ്ട് ഇത്ര ഒന്ന് കിടക്കണം. പിന്നെ തെരഞ്ഞ് നോക്കുമ്പോ ഉണ്ട് ഇത്ര 4-5 ഒക്കെ ചെറുത് പാമ്പിന്റെ കുട്ടികള് പറഞ്ഞു അപ്പൊ എല്ലായിടത്തും കേറാൻ സാധ്യത ഉണ്ട്. അപ്പൊ പിന്നെ ടൈലുള്ളടത്തേക്ക് അവര് വാതിൽ അടച്ചിടുന്നവരാണ്. എന്നിട്ട് കൂടെ ഉണ്ടാവും. അതാ അവിടെ ആർക്ക് വെള്ളം അച്ഛനോ? അതെ അവിടെ വെച്ചിട്ടുണ്ട് ചെമ്പില്. എവിടേക്കാ സൂര്യ ചായ കൊണ്ട് പോണ്? പനിക്കോളാണ് കേട്ടോ. സുകന്യക്ക് പനി, കുഞ്ഞുണ്ണിക്ക് പനി, അനിയന് പനി, കിടപ്പിലായി. എല്ലാവർക്കും പനിയാണ്. പോണത് കാര്യമില്ല, സൂര്യക്കും പനിയാണ്. ഇപ്പൊ രാവിലെ ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കിട്ടോ. പിന്നെ അതാ മീൻ നേരേക്കുണ്ട്. മീൻ നേരേക്ക് നാളെ കാണിക്കണില്ല നമ്മള്. മീന് കാണിക്കാലോ. മീൻ കാണിക്കാം. നേരേക്കണല്ലേ കാണിക്കാ. മീന് നേരേക്കണുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ കുളിച്ചിട്ട് എന്താ കാര്യം നോക്കിക്ക്. എന്താ നമ്മള് 1 ലിറ്റർ വെള്ളം എൻ്റെ മേത്തുനിന്ന് ഇപ്പോൾ പോയിട്ടുണ്ടാവും. അതാ ചുന്ദരി ചേച്ചി വളയ്ക്കാൻ പറ്റില്ല. ഫോണ് വളയ്ക്കാൻ പറ്റും. ഫോൺ ഇങ്ങനെ നിൽക്കുന്ന സാധനം എങ്ങനെ അങ്ങോട്ട് വളയ്ക്കും. സുന്ദരി ചേച്ചി എന്താട്ടി അവിടെ ഫുള്ള് തിരക്കാണ്. ഇനിയിപ്പോൾ ഈ ചെമ്പിൽ ചോറ് വെച്ച് കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് തികയില്ല കേട്ടോ. അപ്പോൾ ചോറ് ഞാൻ അവിടെ കൊണ്ടുപോയി വെക്കട്ടെ. അവിടെ ആ ചെമ്പിൽ വെച്ചാൽ പോരെ ചോറ്? ഒരു നേരത്തേക്ക് അങ്ങോട്ട് ആയി കഴിഞ്ഞാൽ പിടുത്തം കഴിയില്ലേ മറ്റേല് പിടിപ്പിക്കാനേ. അതിൽ ഓരോ ഇത് എടുത്താൽ മതി, ചകിരി ഇട്ടാൽ മതിയായില്ലേ ഓരോ കൊള്ളിയായിട്ട്. ഇതത്തെക്കാട്ടിലും നേരെ വെക്കാലോ. അപ്പോൾ ഞാനില്ലേ ഇത് തിളക്കട്ടെ. അപ്പോഴേക്കും അവിടെ പോയിട്ട് അവിടെ ചോറ് വെക്കട്ടെ. രാവിലെ പഴുത്ത മാങ്ങ കിട്ടിയതാണ് കേട്ടോ. എന്താ മാങ്ങക്കൂട്ടാൻ വെക്കാൻ. മാങ്ങക്കൂട്ടാൻ വെച്ച് മടുത്തൂലേ? മാങ്ങക്കൂട്ടല്ല കുട്ടികൾക്ക് തിന്നാൻ. എത്ര അപ്രാവശ്യം മാങ്ങക്കൂട്ടാൻ വെച്ചേക്കണ പറഞ്ഞിട്ടാ. എന്നിട്ട് ലാസ്റ്റ് മാങ്ങ തിന്നും. എന്നിട്ട് ആ കറി അങ്ങനെ കളയും. ഗുഡ് മോർണിംഗ്. ഇവിടെ ഉണ്ട് ബ്രദറൊക്കെ. ഇവിടെ ചെക്കനെ കൊണ്ടാ പോണ്. അല്ലാതെ അങ്കല ഇപ്പൊ ഇവിടെ ചെക്കനെ കൊണ്ടാ പോണേന്ന്. ചെക്കനെയും കൊണ്ടാ പോണേന്ന്. അവനെയും കൊണ്ട് പോവാണ്ട് പറ്റില്ല, നോക്കാൻ ആള് വേണ്ടേ. അപ്പൊ അവള് ക്ലാസ്സിന് പോകുമ്പോ കൊണ്ടുപോകും. ഇതപ്പോ ഭാഗ്യത്തിന് കറണ്ടും ഇല്ല അല്ലേ? ഭാഗ്യത്തിന് കറണ്ടും ഇല്ല. കറണ്ട് പോയി. പിന്നെ ഇത് കൂടെ ഒക്കെ നിറയെ ട്യൂബ് ലൈറ്റ് ഉണ്ടായിരുന്നതാണ് കേട്ടോ. ട്യൂബ് ലൈറ്റ് ഒക്കെ അഴിച്ചു വെച്ചിക്കണു. അപ്പം നമ്മളിവിടെ വീഡിയോ എടുക്കണ്ടല്ലോ. കറണ്ട് അതും കൊണ്ടാണ് ആദ്യമൊക്കെ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല തെളിച്ചുണ്ടായിരുന്നു. ഇനിയിപ്പോ എന്തിനാണ് ഉപ്പ് കുഞ്ഞ? അതായിരിക്കണുണ്ടോ കല്ലുപ്പ് ഇരിക്കണ്. പൊടിപ്പ് അവിടെ പുതിയ വീട്ടില്. ഇന്നലെ വൈകുന്നേരത്തൊക്കെ ഇവിടെ മഴയായിരുന്നു കേട്ടോ. മഴ രാവിലെ ആയിപ്പിക്കില്ലേ വേർത്ത് കുളിച്ചേക്കണു. എമ്മാതിരി ചൂടാലേട്ടാ. എന്തായാലും കത്തണ്ടേ. എന്താ അടുപ്പിനൊരു പരിചയക്കുറവുണ്ടോ? പരിചയക്കുറവ് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര 1 മാസത്തിൻ്റെ മുകളിലായില്ലേ. ഇപ്പോൾ ഇവിടെ ചോറും ഇതൊക്കെ അരി അവിടെ ഇടും. പുറത്തടുപ്പ് വേഗം കത്തിയായിരുന്നു അല്ലേ? പുറത്തടുപ്പ് മഴ പെയ്തിട്ട് അങ്ങനെ കിടക്കല്ലേ. ഇനി ഷീറ്റ് ഇനിയിപ്പോൾ ഇവിടെ മഴ പെയ്ത് തൊട്ടും എന്നാ പിന്നെ പുറത്തായിരിക്കും നല്ലത്.
പുറത്തെ വെള്ളം മഴ വെള്ളം മാത്രമേ വീഴൂ. ഇവിടെ പെരയത്ത് മൊത്തം വെള്ളം വീഴും. അപ്പച്ചി അവരെന്തെങ്കിലുമൊക്കെ ചെയ്തോളൂ. ഫീസറിന്റെ ഉള്ളിൽ വെച്ച നല്ല തണുത്ത വെള്ളം എടുത്ത് കുടിക്കണ്ട കേട്ടോ. ആര്? കുഞ്ഞൻ തന്നെ. കുഞ്ഞനല്ലേ? അമ്മൂന്റെ പല്ലൊക്കെ കണ്ടോ വേദനിക്കാണ് പറഞ്ഞിട്ട്. ഇനി നമുക്ക് എന്താ സാമ്പാർ രാവിലെ വെച്ചു, മീൻ വാങ്ങിയിട്ട് നേരെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അത് വറക്കുകയും ചെയ്യണം. അതിലൊരു ഉപ്പേരി ഉണ്ടാക്കുന്നല്ലേ. അമ്മ എവിടെയെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു, നിങ്ങളെന്താ ചന്തയിൽ കണ്ട പരിചയം കാണിക്കാത്തത്? അതിപ്പോ 2-3 മാസം ഇവിടെ ഇല്ലാണ്ട് ഇന്നലെ വന്ന് കിടന്നപ്പോ ഉറക്കല്ലാണ്ട് ഇന്നപ്പോ ചേരമില്ല, അത് ഉറങ്ങിയിട്ടേ ഇല്ല. ഇവിടെ ഓരോരുത്തർക്ക് പനി ഛർദി. അമ്മയുടെ രണ്ടാമത്തെ മകൻ്റെ വീട്ടിലാണ് കേട്ടോ. അവിടെ അനിയത്തി പ്രസവിച്ച് കിടക്കുകയാണ്. അപ്പം ഇനി അമ്മയ്ക്ക് കുട്ടീനെ കുറച്ചാവണവരെ അവിടെ നിൽക്കണ്ടേ. അപ്പോൾ എന്തെങ്കിലും അവരവരെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്തു കൊടുക്കണ്ടേ. കുട്ടി അപ്പം അത് കാരണമാണ് അമ്മേനെ കാണാത്തത്. ഇന്നിപ്പോൾ എല്ലാവരും പാടുള്ളത് കൊണ്ട് ഒരു ജഗ പുകയാണല്ലേ. എന്താ പുറത്ത് കറണ്ടും ഇല്ല. അതാണ്ടോ നമ്മുടെ പുറത്തടുപ്പ് നോക്കി. എനിക്ക് ഭയങ്കര ഇതേപോലത്തെ ഒരു അടുപ്പ് അവിടെ ഉണ്ടാക്കി തരണേന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നാശമായി പോയി. അതിന് പണിക്ക് ഒരു സെറ്റാക്കണല്ലേ. കുറച്ച് ഉയരത്തിൽ 2 അടുപ്പായിട്ട് പുറത്ത് വേനൽക്കാലം ആകുമ്പോഴേക്കും ഒരടുപ്പ് സെറ്റാക്കണം അല്ലേ. 2 നിലയിട്ടോ? 2 നിലയിട്ടല്ല, കുറച്ച് ഉയരത്തിലേ എല്ലാ വർഗം വെക്കാൻ പറ്റുന്ന രീതിയിലേ. ഈ ആലുവ അടുപ്പിൽ എങ്ങനെയാണെന്നറിയോ, കുഞ്ഞു വർഗങ്ങളെ പറ്റുള്ളൂ. ഇതിൻ്റെ ഉള്ളിലത്തെ ചട്ടി ഉണ്ടായിരുന്നില്ലേ, ആ ചട്ടി പോയതും കൊണ്ട് ഇപ്പോൾ കത്തിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. കത്തി കിട്ടാൻ അതവിടെ ഉണ്ട്. അതവിടെ അപ്പുറത്ത് അടുപ്പ് വെക്കണം. എന്നിട്ട് എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലമില്ല അല്ലേ. അതാ കുഴിയിലേക്ക് ഇറക്കി വെക്കുക. ഇത് അവര് പ്രിയ എന്താ ചെയ്തൊക്കെ അടുപ്പ് വെച്ചിട്ട് അതിന്റെ മുകളിൽ കൂടെ ഫുള്ളും മണ്ണ് തേമ്പിയിട്ട് പിന്നെ ആ കുഴവ് വലുതാക്കുക ചെയ്തൊക്കെ. അപ്പൊ ഇത് മൊത്തം പൊളിക്കേണ്ടി വരും, കുത്തി പൊളിക്കേണ്ടി വരും. എന്നിട്ട് മഴ സമയത്ത് ആരങ്ങോട്ടും അങ്ങോട്ടും പറഞ്ഞിട്ട് ഓടിക്കളിക്കാൻ നിൽക്കണത്. വേനൽക്കാലത്ത് ചെയ്യുന്ന പോലെയല്ല. മഴ പെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഇവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇല്ലേട്ടാ ടാർപ്പായ കെട്ടണം പറഞ്ഞത് തന്നെയാണ് അതിനേട്ടാ. പിന്നെ പറഞ്ഞു ഇവിടെ ഇരുന്നിട്ട് ഇവിടെ ഇങ്ങനെ ചെറുതാക്കണം. നല്ല രീതിയിൽ അടുപ്പുണ്ടാക്കിയ. പക്ഷെ നമ്മുടെ ഈ ഒരു അടുപ്പ് ഒരു നല്ലൊരു അടുപ്പാട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല ചേട്ടാ. 3-4 കൊല്ലം കത്തിക്കണത് മാത്രമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഞാൻ ഗ്യാസിനെക്കാട്ടിലും കൂടുതൽ അടുപ്പിലാണ് ചെയ്തേക്കുന്നത്. എൻ്റെ അമ്മ എപ്പോഴും പറയുന്നിട്ട് ഇതിൻ്റെയൊക്കെ നമുക്ക് കുറേ കഴിയുമ്പോൾ ശ്വാസം മുട്ടലും ഒക്കെ ഈ അടുപ്പിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടേന്ന്. ശരിക്കും അമ്മയ്ക്കൊക്കെ ഒരു വിധമൊക്കെ അങ്ങനെ തന്നെ ഇത്രയിലേട്ടാ. പുക ഇപ്പം നമ്മുടെ ഡോക്ടർ പറഞ്ഞേക്കണത് പുക തട്ടരുത് അത്ര പറഞ്ഞേക്കുന്നത്. പുകയെ തട്ടരുത്. കാരണം അമ്മ ഹോട്ടൽ പണി, വീട്ടുപണി, അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ വന്ന് പണി അങ്ങനെയൊക്കെ ചെയ്തിട്ട് അത്ര. ഇപ്പോൾ ശ്വാസം മുട്ടൽ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പറയുന്നു. നമ്മൾ വിചാരിക്കും പുക ഭയങ്കര നല്ല സംഭവമാണ്. പക്ഷേ അടുപ്പിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. നമ്മളെന്നാലും അടുപ്പിൽ തന്നെ കേട്ടോ വയ്ക്കുക, ചോറും കൂട്ടാനും കാര്യങ്ങളൊക്കെ. അല്ല വിജയ് കയറിയത് കണ്ടില്ലേ, പ്രസംഗം കണ്ടോ? എന്താ മാസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാൻ എപ്പോഴും പറയാറില്ലേ വിജയിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇന്നലെ എന്താ അടിപൊളിയായില്ലേട്ടാ പ്രസംഗം, സിനിമ സ്റ്റൈലിൽ. അമ്മ അമ്മയ്ക്ക് എന്ത് വിജയ്. നമ്മുടെ വീടിൻ്റെ മുമ്പിൽ നോക്കിയൊക്കെ അടിപൊളി ഒരു വണ്ടി. ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ ആരും കാണിച്ചു തരാം. കണ്ട എന്താ അതിൻ്റെ ഒരു ഭംഗി നോക്കിയൊക്കെ. ഇതിൻ്റെ ഗ്രേ കളറ് ആണ് എന്താ വിനോട്ടിൻ്റെ വണ്ടിയിലേ. ആ വണ്ടിയിലാണ് നമ്മൾ. ഇത് രാവിലെ തുടങ്ങിയതാണ് കേട്ടോ. ഈ വണ്ടി ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ കൊതി വിടുന്നത് എന്ത് രസമാണ് കാണാൻ വെച്ചിട്ടാ. ഇല്ല അത്രേ, അത് തുടങ്ങിയിട്ടില്ല അത്രേ. കിടക്ക അവർ ആശുപത്രി പോകണം പറഞ്ഞു.
എല്ലാവരും എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് എല്ലാവരും കിടപ്പിലായല്ലോ, വല്ലാത്ത പനിയായി പോയല്ലോ. അതിന് എനിക്ക് വയ്യായ വരാതിരുത്താൽ മതിയത്. എനിക്ക് വയ്യായ വന്നാ ഒരൊന്നൊന്നര വയ്യായി. ആ കാവത്ത് പറിച്ചോ? ഓ ആ മേലുണ്ടായിരുന്നല്ലേ? എന്താ അതിന്റെ പേരാണിത്? ഇത് കാവത്തിന്റെ പേരാ? തെങ്ങിന്റെ പേര് പോലെ. അപ്പൊ കാവത്ത് പുറത്തിറക്കണേ, കാവത്ത് പുറത്തിറക്കണേ. കാവത്ത് പുറത്തിറക്കും. പ്രസി വീട്ടിക്ക് വിരുന്ന് പോകണില്ലേ വെച്ചിരുന്നു. ഞാൻ പോകണ്ട കേട്ടോ. ഞാൻ ചിലപ്പോൾ നാളെ ആയിരിക്കും തോന്നുന്നു. ഒന്നും പറഞ്ഞില്ല. പോയിട്ട് വരണം പറഞ്ഞു. ആര് പറഞ്ഞു? ഏട്ടൻ പറഞ്ഞില്ല. നാളെ രാവിലെ പോയിട്ട് വൈകുന്നേരം ആകുമ്പോൾ വരണ്ട് ഇതില് അല്ലേ? അങ്ങനെ അറിയില്ല, അന്വേഷിച്ച് നോക്കണം. അപ്പോൾ കുറേയിൽ പോയിട്ട് ഇങ്ങനെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അനിയേട്ടൻ്റെ മേത്ത് കൂടെ മൊത്തം നിങ്ങളുടെ മേത്തുണ്ടാവണ പോലെ അരിമ്പാറ ഉണ്ടാവണം ഫുൾ അല്ലേ? ആ ഇവിടെ അല്ലേ ഈ ഒരു സൈഡിൽ ഇപ്പോൾ രണ്ട് പഞ്ചലോഹം എൻ്റെ കയ്യിലായിട്ടോ. എന്താ കണ്ടോ? പഞ്ചലോഹം ചൊറിയില്ലല്ലോ, അത് മറ്റേതായിരിക്കും. അതൊക്കെ ഒപ്പം വാങ്ങിയതാണല്ലോ. അതും പഞ്ചലോകം തന്നെയാണ്. അത് അതിന്റെ കൂടെ ഒന്നുമില്ലല്ലേ? പിന്നെന്താ, 2 വള ഇതിന്റെ കൂടെ വന്നതല്ലേ. പഞ്ചലോകം ചൊറി എന്താ എൻ്റെ കൂടെ ഒരു കൂട്ടുകാരി പഞ്ചലോകത്തിന്റെ പാസരമായിട്ട് സ്വർണം പോലെ ഉണ്ടായിരുന്നു ചേട്ടാ. എന്നിട്ട് എൻ്റെ അടുത്ത് വാങ്ങാൻ പറഞ്ഞതാ. സ്വർണം പോലെ ഉണ്ട് പ്രസി, നല്ലതാണ് പറഞ്ഞിട്ട്. ഞാനൊന്നും വാങ്ങിയില്ല. 2000 എത്ര രൂപ വേണം പറഞ്ഞിട്ട്. നമ്മൾ ഇവിടെ ഒരു മട്ടരി കുറച്ച് വെക്കണ്ട കേട്ടോ. നാഴി അരിയൊന്നുമില്ല, കുറച്ചരി കേട്ടാ. അത് വെച്ചു. അപ്പോൾ അത് നല്ല മാവ് അരച്ച് വെച്ചതിൻ്റെ ഇത്ര ഉള്ളൂ കേട്ടോ. ഇന്ന് അരി അരയ്ക്കാടണം. അപ്പോൾ കുട്ടികളെ ഒന്ന് കാണിക്കാത്തതെന്ന് പറയുക, അവർക്കൊക്കെ കാണാൻ വരുമ്പോൾ മടിയാണ് അല്ലേ? അതും കൊണ്ട് കാണിക്കാതിരിക്കുക. ഒക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. എല്ലാവരും ക്യാരം ബോർഡ് വെച്ച് കൂടി ഇരിക്കുകയാണ് കേട്ടോ. എല്ലാവരും നല്ല ഒച്ചി ഇതൊക്കെ ഇട്ട് അവിടെ പോയിട്ട് ചോറിന് വെച്ച് അരി ഇട്ടിട്ട് വന്നു. ഇവിടെ നമ്മളിതാ സാമ്പാർ കണ്ടോ അടുപ്പിൽ തന്നെ കേട്ടോ. വലിയ ചെമ്പിൽ വലിയ പാത്രത്തിലാണ്ടോ ഇത്ര പോകുന്നൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി വൈകുന്നേരം ആകുമ്പോഴേക്കും ചിലപ്പോൾ തികയില്ല. അപ്പം ഇനി വേറെ എന്തെങ്കിലും വൈകുന്നേരത്ത് വെക്കേണ്ടി വരും കേട്ടോ. അയ്യോ, ഒന്ന് രാവിലെ മുതലേ വെയർത്ത് കുളിച്ചേക്കണം. എമ്മാതിരി വെയിൽ വെച്ചിട്ടാ ചില്ലറയെന്നല്ല. ഇനി ഇതൊരാവി ഇഡ്ഡലി ഉണ്ട് ഇട്ട് ഇരിക്കുന്നത്. അതല്ല വൈകുന്നേരത്തേക്കല്ല, ഉച്ചയ്ക്ക് ചിലപ്പോൾ ചെറിയവർക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാലോന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഇനി ഞാൻ കടന്നു കഴിഞ്ഞാൽ കഞ്ഞൂടി കുത്തും. അമ്മയ്ക്ക് ഇപ്പം ഇന്നലെ വന്നില്ല. ഇന്നേക്ക് ഉറക്കം ശരിയാവേണ്ട, അമ്മയ്ക്ക് വയ്യ പറഞ്ഞിട്ട് അപ്പോൾ അമ്മ 4 ദിവസം ഇവർ ഉള്ള ദിവസമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ അമ്മ അങ്ങോട്ട് പോകണ്ടാവും. ഇപ്പോൾ കുട്ടീനെ ഒറ്റയ്ക്കൊക്കെ നോക്കാനൊരു ഇത് വരണ്ടേ അല്ലേ? അതുവരെ അവിടെ ആയിരിക്കും. മഴ പെയ്താൽ കറണ്ട് ഉണ്ടാവില്ല കേട്ടോ. മഴ പെയ്താൽ കറണ്ട് ഉണ്ടാവില്ല. എന്തോ ഭാഗ്യത്തിന് നേരത്തെ സാമ്പാർ വെച്ചത്. ഇല്ലെങ്കിൽ അമ്മിയിലരയ്ക്കണം. വേറെന്താ ചെയ്യാൻ പറ്റുക? അപ്പൊക്ക് എല്ലാവരും പാടെ എന്താ കുട്ടിയോളെന്നെ അനിയൻ്റെ കുട്ടി മാത്രമേ ഉള്ളൂ. അവനെ വിളിക്കണം കുറച്ച് കഴിഞ്ഞ്. നാളെ വരാൻ പറയണം പറഞ്ഞിട്ട് ഇവർ അങ്ങോട്ട് പോവുക അത്ര എന്ന് പോയിട്ട് കുട്ടീനെ കണ്ടിട്ട് ഇങ്ങോട്ട് വരും വൈകുന്നേരം ആകുമ്പോൾ. അപ്പോൾ നമ്മുടെ വീട്ടിലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പാടുണ്ടെങ്കിലാണ് രസം. മക്കളും ഇപ്പോൾ അത് നോക്കിയേക്കാം 3 മക്കളുടെ മക്കൾ ഇല്ലേട്ടാ. എല്ലാവരും പാടെ ഒരു അടിപൊളി രസമാണ്. എല്ലാ മക്കൾക്കും ഇങ്ങനെ കാണുമ്പോൾ. അപ്പം ഇന്നലെ അതിലൊരു കമൻറ്റ് കണ്ടിരുന്നു, അമ്മൂട്ടി അവരോട് മിണ്ടില്ലേന്ന്. അമ്മൂട്ടി മിണ്ടും കേട്ടോ. അമ്മൂട്ടി മിതമായി മാത്രമേ സംസാരിക്കുള്ളൂ. നമ്മൾ അവരോട്
നീ മിണ്ട് നീ എന്താ അങ്ങനെ ഇത് പറഞ്ഞിട്ട് നമുക്ക് ആരും അങ്ങോട്ടും മിണ്ടാതെ ഇരിക്കും മക്കളല്ലേ അവര് അമ്മൂന്റെ പൊതുവെ ഉള്ള ഭാവ സ്വഭാവം എങ്ങനെയാ പറഞ്ഞു വെച്ചാല് അമ്മൂട്ടി പൊതുവെ ഒതുങ്ങിയൊരു ടൈപ്പാണ്. ഇപ്പത്തെ കുട്ടികളിൽ വെച്ചിട്ട് നല്ല ഒതുക്കുള്ള കുട്ടിയാണ് അല്ലേ? അമ്മു അച്ചു ആണോ വെച്ചാലും ഇവിടെ ഫംഗ്ഷന് വന്ന അവർക്കറിയാം, കുറേ കൂട്ടുകാർ ഫംഗ്ഷന് വന്നില്ല. അപ്പോൾ അവർക്കറിയാം ആരെ കണ്ടാലും മാറി നിൽക്കൊന്നുമില്ല. പെട്ടെന്ന് പോയിട്ടൊന്നും അങ്ങോട്ട് പോയി സംസാരിക്കില്ല. അങ്ങോട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അവൾ അടിപൊളിയായി അങ്ങോട്ട് സംസാരിക്കട്ടോ. എന്താ അത് ഞങ്ങളൊക്കെ ഇപ്പോൾ അങ്ങനെയായിരുന്നു, ഞാനും ഏട്ടനും ഒക്കെ അങ്ങനെയായിരുന്നു. ഇപ്പം നമ്മൾ മാറ്റം വന്നില്ലേ, അതുപോലെ കുറേ കഴിയുമ്പോൾ മാറ്റം വരുമല്ലേ. അപ്പോൾ എന്താ വെച്ചാൽ അല്ലാതെ അങ്ങനെ കമന്റ് കാണുമ്പോൾ നമുക്ക് എന്തോ ഈ കുട്ടിയുടെ മുഖം എന്താ തെളിയില്ലേ, ഈ കുട്ടി എന്താ അങ്ങനെ അതങ്ങനെ ഓരോ മക്കൾ അങ്ങനെയാണ്. ചിരിക്കൊന്നുമില്ല. അവള് കുറച്ച് ഗൗരവമുള്ള ആളാട്ടോ. നമ്മൾ അച്ചും കിച്ചും ചിരിക്കുന്ന പോലെ ചിരിക്കൂല, പെട്ടെന്ന് ഒരാളോട് കൂട്ടാവൂല. അത് പിന്നെ എവിടെ പോയാലും കിച്ചുന് അധികം വയസ്സായ ആൾക്കാരെ ഇഷ്ടം. വയസ്സായ ആൾക്കാരുണ്ട് പറഞ്ഞാൽ ഇന്നലെ ജിമ്മിൽ കൊണ്ടുപോയിക്കുമ്പോൾ അവിടുത്തെ ചെക്കന്മാരായിട്ട് ഭയങ്കര കമ്പനി. ഇന്നിപ്പോൾ അവൻ അതുകൊണ്ടാണ് അവർ കാണാൻ വേണ്ടിയിട്ട് എന്നാ വന്നിട്ടുണ്ട്. കുറേ ചെറിയ കുട്ടികളുണ്ടോ? ഇപ്പോൾ വന്ന് പുതിയ അഡ്മിഷൻ വന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരായിട്ട് ഭയങ്കര കമ്പനി. അവരിവിടെ കാർഡിയോ കളിക്കുകയോ ചെയ്തത്. ഇനിയൊന്നും വീഡിയോക്ക് നോക്കണ്ട കേട്ടോ. ഇനി ആരും വീഡിയോക്ക് നോക്കണ്ട. പൂമരക്ക് ഇപ്പോൾ ആരും ഉണ്ടാവില്ല. എല്ലാവരും കളിയിലും ചെയ്ത്. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ അമ്മു ഞാൻ എന്നിട്ട് ഇങ്ങനെ അമ്മു കമൻറ്റ് ചെയ്തപ്പോൾ പറഞ്ഞു ഞാനും മിണ്ടൊക്കെ ചെയ്യുമല്ലോ. ഞാൻ ഒന്ന് പേടിച്ചു കേട്ടോ. ഇതാ നോക്കി നോക്ക്, കാണുമ്പോൾ തന്നെ നോക്ക്. കുഞ്ഞിൻ്റെ കളിക്കോപ്പാ, പാമ്പെന്നല്ല കേട്ടോ. പാമ്പിൻ്റെ കഥ അമ്മ പറഞ്ഞുള്ളൂ. നമ്മുടെ വീട്ടിൽ പാമ്പ് ഇതുവരെ കണ്ടിട്ടില്ല. ഇതുവരെ ഇല്ല. അപ്പോൾ പാമ്പ് വരാൻ നേരെ സമയമൊന്നും വേണ്ട. അപ്പോൾ നമ്മളറിയേണ്ട കയറി പറ്റാണല്ലോ. പാമ്പ് നമ്മളറിയാം പൊന്തൊക്കെ ഉള്ളതാണ്. എപ്പോഴാണ് കയറി വരാം. എനിക്കത് കൊണ്ടുവന്നിട്ട് എൻ്റെ മേത്താണ്ട് ഇട്ടിട്ട് ഞാനങ്ങോട്ട് തൊള്ളിട്ടിട്ട് വരാ എമാതിരി തൊള്ളയെന്നറിയോ. അപ്പോൾ നമ്മളില്ലേ എന്താ ഇനി സാമ്പാർ വയ്ക്കണം കാണിച്ചില്ലല്ലേ. ഇനി ഉപ്പേരി വയ്ക്കണം. മീൻ നേരേക്ക് വെച്ചിട്ടുണ്ട്, അത് വരഞ്ഞിട്ട് അതിലെന്തെങ്കിലും ചെയ്യണം കേട്ടോ. നേരേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇത് മസാലയൊക്കെ തിരുമ്പി ഇത് വറക്കണം. എല്ലാവരും അവരവരുടെ കുറച്ച് പണികളൊക്കെ ചെയ്തു. പിന്നെ ഇപ്പോൾ എല്ലാവർക്കും ഇവിടെ വരുമ്പോഴൊക്കെ പിന്നെ അതങ്ങനെ തന്നെയല്ലേ പണി. എല്ലാവരും സമയപ്പോഴേക്ക് ഭക്ഷണം ആക്കണ്ടേ. അപ്പോൾ നമ്മൾ ആ സമയത്ത് വീഡിയോ എടുത്തുനിന്ന് കഴിഞ്ഞാൽ അത് പിന്നെ ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പോഴും എന്താ വെച്ചാൽ നമ്മൾ തന്നെ ഈ അടുക്കളയിൽ നിന്നിട്ട് എല്ലാവർക്കും ഒരു മടിയാണ് അല്ലേ. നമ്മൾ അത് കാരണം ഞാൻ എൻ്റെ വീട്ടിൽ പോയാലും നമുക്ക് തന്നെ കേട്ടോ പണി. വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്താ ഏടത്തിയമ്മ അങ്ങോട്ട് ഏടത്തിയമ്മയുടെ വീട്ടിലേക്ക് പോകല്ലേ. പിന്നെ വലിയ ഏടത്തിയമ്മയും ജോലിക്കും പോകല്ലേ. അപ്പം എൻ്റെ വീട്ടിലും ചോദിച്ചിരുന്നു ഏടത്തിയമ്മമാരില്ലേന്ന്. എൻ്റെ വീട്ടിലും ഉണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ വീഡിയോയിൽ വരാൻ താല്പര്യം ഇല്ലാതെ കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യാല്ലേ, നമുക്ക് പിടിച്ച് നിർത്താൻ പറ്റില്ലല്ലോ. കുട്ടികളൊക്കെ കോളേജിൽ പോകുമ്പോഴേ ഇങ്ങനെ ചോദിക്കുമ്പോഴേ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ നാണക്കട അത്രയും ചോദിക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും. അപ്പം നാളെ കാണാം കേട്ടോ.